ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മളിന്നിവിടെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കേലെ ശിവമംഗൾ സിംഗ് സുമൻ്റെ കവിതയാണ്. അതിലെ ക്വസ്റ്റ്യനും ആൻസറുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. हर तरह की सुख सुविधाएं पाकर भी पक्षी पिंजरे में बंद क्यों नहीं रहना चाहते हैं? അല്ലേ? ഹർ തരഹ്കി സുഖ് സുവിധായേം, എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കൂടി പക്ഷി പിഞ്ചരമേ ബന്ദ് ക്യോം നഹി രഹന ചാഹത്തെ, കൂടിനകത്ത് താമസിക്കാൻ, അല്ലേ, കൂടിനകത്തിരിക്കാൻ എന്തുകൊണ്ടാണ് പക്ഷി ആഗ്രഹിക്കാത്തത്? കൂടിനകത്ത് സ്വർണ്ണക്കൂട്, പിന്നെ കൂടിനകത്ത് സ്വർണ്ണപാത്രത്തിൽ ഫുഡ്, വെള്ളം എല്ലാം കറക്റ്റ് സമയത്തിന് കിട്ടും, അല്ലേ? ഒന്നും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടും കൂടി ഈ കൂട്ടിനകത്ത് താമസിക്കാൻ എന്തുകൊണ്ടാണ് പക്ഷി ആഗ്രഹിക്കാത്തത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. हर तरह की सुख सुविधाएं पाकर भी पक्षी पिंजरे में बंद इसलिए रहना नहीं चाहते क्योंकि उन्हें स्वतंत्रता पसंद है. ഹർ തരഹ്കി സുഖ് സുവിധായും പാക്കർ ബിയിലെ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കൂടി പക്ഷി പിഞ്ചരമേ ബന്ദ്, അല്ലേ, കൂട്ടിലടച്ചിരിക്കാൻ പക്ഷി ആഗ്രഹിക്കുന്നില്ല. ഇസിലിയെ രഹന നഹി ചാഹത്തെ, ഇതുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ഉനിയും സ്വതന്ത്രത പസന്ത് ഹെ, അല്ലേ, സ്വാതന്ത്ര്യമാണ് പക്ഷിക്ക് ഇഷ്ടം, പക്ഷി ആഗ്രഹിക്കുന്നത്. വേ ബന്ധൻ മേം രഹന നഹി ചാഹത്തെ, ബന്ധനത്തിലിരിക്കാൻ, കൂട്ടിലടച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേ ഗുലേ ആകാശമേം ആസാദി പൂർവ്വക് ഉഡ്ന ചാഹത്തെ ഹെ, അല്ലേ, ഗുലേ ആകാശമേം, ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സ്കൈയിൽ, അല്ലേ, ഓപ്പൺ ആയിട്ടുള്ള ഈ ആകാശത്ത് ആസാദി പൂർവ്വക്, വളരെ സ്വതന്ത്രമായിട്ട്, ആരാലും ബന്ദിയാക്കപ്പെടാതെ വളരെ സ്വതന്ത്രമായിട്ട് ഉഡ്ന ചാഹത്തെ ഹെ, ഇങ്ങനെ പറന്ന് നടക്കാനാണ് പക്ഷി ആഗ്രഹിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പക്ഷി ഉന്മുക്ത് रहकर अपनी कौन कौन सी इच्छाएं पूरी करना चाहते हैं? പക്ഷി ഉന്മുക്ത് रहकर, അല്ലേ, പക്ഷി ഉന്മുക്തമായിട്ടിരുന്നു കൊണ്ട് അപ്നി കോൻ കോൻ സി ഇച്ഛായേം, തൻ്റെ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് പൂരി കർണ ചാഹത്തെ ഹേ, പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നത്? പക്ഷി സ്വതന്ത്രമായിരുന്നു കൊണ്ട് തൻ്റെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പക്ഷി ഉന്മുക്ത് രഹക്കർ നദിയോം കാ ശീതൾ ജൽ പീന, അല്ലേ, പക്ഷി ഉന്മുക്തമായിട്ടിരുന്നു കൊണ്ട്, സ്വതന്ത്രമായിരുന്നു കൊണ്ട് നദിയോം കാ ശീതൾ ജൽ പീന, നദിയിലെ ശീതളമായിട്ടുള്ള വെള്ളം കുടിക്കുക. കടുവി നിഭൗരി ഖാന, അല്ലേ, നല്ല കഴിക്കുന്ന വേപ്പിൻ കുരു കഴിക്കുക. പേടുക്കി സബ്സേ ഊഞ്ചി ടഹിനി പർ ജൂൽന, അല്ലേ, വൃക്ഷത്തിലെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ പോയിരുന്ന് ഇങ്ങനെ ആടിക്കളിക്കാൻ. പിന്നെ ഗുലെ ഓർ വിസ്തൃത ആകാശമേം ഉടന, അല്ലേ, വളരെ ഓപ്പൺ ആയിട്ടുള്ള, വളരെ വലിയ ഈ ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കാനായിട്ട്. ഓർ ക്ഷിതിജിക്ക് അന്ത് തക്ക് ഉടനേക്ക്, അല്ലേ, ഈ ഭൂമിയുടെ ആകാശത്തിൻ്റെ അങ്ങേയറ്റം വരെ ഇങ്ങനെ പറന്ന് നടക്കാനായിട്ട്, അതിരുകൾ തേടി ഇങ്ങനെ പറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇച്ഛാവുംക്കോ പൂരീകരണ ചാഹത്തെ ഹെ, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കാനായിട്ട്, അല്ലേ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പക്ഷി ആഗ്രഹിക്കുന്നത്. അപ്പം സ്വതന്ത്രമായിട്ടിരുന്നു കൊണ്ട് നദിയിലെ വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ നല്ല കഴിക്കുന്ന വേപ്പിൻ കുരു ആണെങ്കിലും അതൊക്കെ ഭക്ഷിച്ച്, പിന്നെ ഉയർന്ന മരക്കൊമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടി, പിന്നെ വളരെ വലിയ ഈ ആകാശത്ത് ഇങ്ങനെ, അതിരുകളില്ലാത്ത ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കാനാണ് പക്ഷി ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഭാവ് സ്പഷ്ട കീജിയേ, ഭാവം സ്പഷ്ടമാക്കുക, അല്ലേ, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഭാവ് സ്പഷ്ട കീജിയെ, അതാണ് തേർഡ് വൺ. അതിൽ ഈ വരിയുടെ അർത്ഥമാണ് ഭാവം സ്പഷ്ടമാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത യാ തനിത്തി സാസോം കി ഢോരി, അല്ലേ, ഈ രണ്ട് ലൈൻ്റെ ഭാവം സ്പഷ്ടമാക്കാനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത യാ തനിത്തി സാസോം കി ഢോരി, നമുക്ക് എന്താണ് മീനിങ് നോക്കാം. ഇസ് പങ്ക്തിമേ കവിനെ ബത്തായ ഹേക്കി, ഈ വരികളിലൂടെ കവി എന്താണ് പറയുന്നത്? പക്ഷി സ്വതന്ത്ര ഹോക്കർ, പക്ഷി വളരെ സ്വതന്ത്രമായിട്ടിരുന്നു
നിന്നുകൊണ്ട് ക്ഷിതിജ് യാനി ആകാശ് ഓർ ധർത്തി കെ മിലൻ കെ സ്ഥാൻ തക്ക് അല്ലേ. ക്ഷിതിജ് ക്ഷിതിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശ് ഓർ ധർത്തി അല്ലേ, ആകാശവും ഭൂമിയും സംഗമിക്കുന്ന, ആകാശവും ഭൂമിയും ഒന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ, അതാണ് ചക്രവാളം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ആകാശവും ഭൂമിയും ഇങ്ങനെ നമുക്ക് കടലോരത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ പ്രദേശത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ അങ്ങേയറ്റത്തേക്ക് നോക്കുമ്പോൾ അതിന് അവസാനമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ആകാശം ഒന്നിക്കുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പം അങ്ങനെയുള്ള ആ അറ്റത്തേക്ക് അല്ലേ, ആ ഭൂമിയും ആകാശവും സന്ധിക്കുന്ന ആ ക്ഷിതിജ് എന്ന് പറയുന്നത് അതാണ്. ആകാശവും ഭൂമിയും ഒന്നു ചേരുന്ന ആ ഒരു സ്പേസ് നമുക്ക് തോന്നുകയാണ്. ആകാശവും ഭൂമിയും അങ്ങനെ ഒരിക്കലും ഒന്നു ചേരുന്നില്ല. അപ്പോൾ ആ സ്ഥാനത്തേക്ക്, ആ സ്ഥലം വരെ ജാനേക്ക് ഇച്ഛ രക്തേ ഹെ, അതുവരെയും ഇങ്ങനെ പറന്ന് പോകാൻ അല്ലേ. ആക്ച്വലി എത്ര പറന്നാലും ആകാശവും ഭൂമിയും ആ ഒന്നിക്കുന്ന ഒരു സ്ഥലം എത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് അങ്ങേ അറ്റത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആകാശം ഭൂമിയെ തൊടുന്നുണ്ടോ അല്ലേ, അതിങ്ങനെ മുട്ടുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ആ തോന്നൽ അത് വെച്ച് ഈ പക്ഷി ഇങ്ങനെ ആ സ്ഥലം എത്താൻ വേണ്ടി പറന്ന് അങ്ങനെ അങ്ങേ അറ്റത്തേക്ക് പോകും. അതാണ് അതിൻ്റെ ആഗ്രഹം. വേ യാ തോ ഇസെ പ്രാപ്ത കർന ചാഹത്തെ ഹേ നഹീത്തോ അല്ലേ, അതിങ്ങനെ പ്രാപ്തമാക്കാനായിട്ട് അതിന് പറ്റുകയുമില്ല. നഹീത്തോ അപ്പിനി പ്രാണോം കോ ന്യോച്ചവർ കർദേലേ, അതിൻ്റെ പ്രാണൻ തന്നെ അത് വെടിയും അല്ലേ, അതിൻ്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്യും. ഇങ്ങനെ പറന്ന് അങ്ങനെ ഒടുവിൽ അത് ആ സ്ഥലം അതിനെത്താൻ കഴിയുകയില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്താൻ കഴിയില്ല അല്ലേ. നഹീത്തോ ആകുമ്പോൾ അപ്പിനി പ്രാണവും കൊല്ലെ, അത് സ്വയം അതിൻ്റെ പ്രാണൻ തന്നെ വെടിയുന്നു. അതാണ് ഈ വരികളുടെ അർത്ഥം. ഇനി കവിതാസെ ആഘെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ബഹുത് സെ ലോഗ് പക്ഷി പാൽത്തെ ഹെ അല്ലേ, ഒരുപാട് പേര് പക്ഷിയെ വളർത്തുന്നുണ്ട്, പക്ഷികളെയൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. അപ്പോൾ പക്ഷിയോം കോ പാലന ഉചിത് ഹെ അഥവാ നഹി അപ്പന വിചാർ ലിഖിയെ, പക്ഷികളെ നമ്മളെ കൂട്ടിലിട്ട് വളർത്തുന്നത് ശരിയാണോ അഥവാ തെറ്റാണോ അല്ലേ, നമ്മുടെ ചിന്ത, നമ്മൾ എന്താണ് അതിനെക്കുറിച്ച്, നമ്മുടെ അഭിപ്രായം എന്താണ്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസർ എന്താണ്? പക്ഷിയോം കാ പാലന അനുചിത് കാര്യ ഹെ, പക്ഷികളെ വളർത്തുന്നത്, കൂട്ടിലിട്ട് നമ്മൾ വളർത്തുന്നത്, ഇപ്പോൾ ലവ് ബേർഡ്സ്, പിന്നെ നിറയെ ഇഷ്ടം പോലെ കുഞ്ഞു ബേർഡ്സുകളുണ്ട് അല്ലേ, ഹമ്മിങ് ബേർഡ്സൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താൻ പറ്റുന്നത്. അപ്പം അത് ഒരു ഹോബി ആയിട്ട് എല്ലാവരും, ചില ആൾക്കാരൊക്കെ, ചിലരിപ്പോൾ ഒരുപാട് പേരിങ്ങനെ വീട്ടിൽ പക്ഷികളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം പക്ഷിയോംക പാലന അനുചിത കാര്യഹേ, അത് എന്താ പറയുക, നല്ല കാര്യമല്ല, അത് അവർ അനുചിതമായിട്ടില്ല, ഉചിതമല്ലാത്ത ഒരു കാര്യമാണ്. ക്യോംകി ഇസ്സെ ഉൻകി ആജാദി കാ ഹനൻ ഹോത്താ ഹെ അല്ലേ. ക്യോംകി എന്തുകൊണ്ട് എന്നാൽ, ഇസ്സെ ഇങ്ങനെ പക്ഷികളെ വീട്ടിൽ നമ്മൾ കൂട്ടിലടച്ച് വളർത്തുന്നതിലൂടെ ഉൻകി ആ പക്ഷികളുടെ ആജാദി കാ ഹലൻ അല്ലേ, എന്താണ് ആസാദി കാ ഹലൻ, ഈ പക്ഷികളുടെ സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുകയാണ് അല്ലേ, അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഉൻകെ പാസ് പങ്ക് ഹെ, അവർക്ക് എന്താണ് ചിറകുകളുണ്ട്, അവർക്ക് പക്ഷിക്ക് ചിറകുകൾ ദൈവം കൊടുത്തിരിക്കുന്നത് പറന്ന് നടക്കാനായിട്ടാണ്. അപ്പം അവർക്ക് ചിറകുകളുണ്ട്. വേ ആസമാനമേം ഉടിനാ ചാഹത്തി ഹെ അല്ലേ, അവർ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. വേ പ്രകൃതിക്ക് ഛാവുമേം ഘുൽക്കർ രഹന ചാഹത്തി ഹെ എന്നാ കി ഹമാരെ ബന്ദ് പിഞ്ചറോമേം അല്ലേ, അവർ പ്രകൃതിക്ക് ഛാവുമേം ഘുൽക്കർ രഹന, ഈ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് ഈ ഓപ്പണായിട്ടിങ്ങനെ ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലേ, പറന്ന് നടക്കാനായിട്ട്. അല്ലാതെ ഹമാരെ ബന്ദ് പിഞ്ചരോമയും, നമ്മുടെ ഇങ്ങനെ നമ്മൾ ബന്ധിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലിട്ട് അടച്ച് നമ്മുടെ കൂട്ടിലിരിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. ജിസ് തരഹ് ഹമേം ആജാദി പസന്ത് ഹേ ഉസി തരഹ് വേ ബി സ്വച്ഛത പസന്ത് കർത്തി ഹേ, ക്യോംകി ബന്ധൻ മേം രഹ്കർ മിൽനെ വാലി സുവിധാവോം സെ ആസാദി की സ്ഥിതി ശ്രേഷ്ഠ है. അപ്പം ജിസ് തരഹ് ഹമേം ആസാദി പസന്ത് ഹേ, എപ്രകാരമാണോ നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് അല്ലേ, നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട അങ്ങോട്ട് പോകേണ്ട ഇങ്ങോട്ട് ഇപ്പോൾ നമുക്ക് എത്ര ദേഷ്യം വരും അല്ലേ, നമുക്കതൊരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പം അതുപോലെ നമ്മൾ എത്രത്തിലാണോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമ്മളെ ആരും എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഉസി തരഹ് വേ ബിയിലെ പക്ഷികളും സ്വതന്ത്രത പസന്ത് കർത്തി ഹേ, അവരും സ്വാതന്ത്ര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
വഹിക്കുന്നത്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ബന്ധൻമേ രഹക്കർ അല്ലേ കൂട്ടിൽ അടച്ചുകൊണ്ട്, മിലിനെ വാലി സുവിധാവും സേ കൂട്ടിൽ താമസിച്ചുകൊണ്ട് കിട്ടുന്ന ആ സുഖ സൗകര്യങ്ങളെക്കാളും ഏറ്റവും വലുത് എന്ത് തന്നെയാണ്? ആസാദി കി സ്ഥിതി ശ്രേഷ്ഠ ഹെ അല്ലേ, സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സ്ഥിതി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തോടെ ഇരിക്കുക എന്ന് തന്നെയാണ് മറ്റെല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും മറ്റെല്ലാ ഇതിനേക്കാളും നല്ലത് എന്നാണ് കവി പറയുന്നത്. नेक्स्ट क्वेश्चन, पक्षियों को पिंजरे में बंद करने से केवल उनकी आज़ादी का हनन ही नहीं होता अपितु पर्यावरण भी प्रभावित होता है. പക്ഷിയോം കോ അല്ലെ പക്ഷികളെ പിഞ്ചരമേ ബന്ദ് കർണേസെ കൂട്ടിൽ അടയ്ക്കുന്നത് കൊണ്ട് കേവലം ഉൻകി ആസാദി ക ഹനൻ ഹി നഹി ഹോത്ത അല്ലെ അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്, പിന്നെയോ അഭിതു പര്യാവരൺ ബിയിലെ എന്താണ് നമ്മുടെ പ്രകൃതി നമ്മുടെ അന്തരീക്ഷം പ്രഭാവിത് ഹോത്ത ഹെ അതും ഇതിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഈസ് വിഷയ് പർ 10 പങ്ക്തിയാമേം അപ്നെ വിചാർ ലിഖിയേ. ഈ വിഷയത്തിൽ ഒരു 10 വാക്യത്തിൽ അല്ലേ 10 പങ്ക്തിയോമേ അല്ലേ 10 വരികളിൽ നിങ്ങളുടെ വിചാരം അല്ലേ നിങ്ങളുടെ അഭിപ്രായം എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് പക്ഷികളെ നമ്മൾ കൂട്ടിൽ അടച്ചിടുന്നതിലൂടെ അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, പിന്നെയോ അത് നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ പര്യാവരണം നമ്മുടെ പ്രകൃതി നമ്മുടെ ചുറ്റുപാടിനെ തന്നെയും അത് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ, പക്ഷിയും हमारे पर्यावरण को संतुलित रखने में महत्वपूर्ण भूमिका निभाती है അല്ലേ പക്ഷികൾ നമ്മുടെ പര്യാവരണം നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. अगर हम उन्हें स्वच्छता न प्रदान कर पिंजरे में बंद रखेंगे तो हमारा पर्यावरण पर भी बुरा प्रभाव पड़ेगा അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം ഈ പക്ഷികളെ സ്വച്ഛത പ്രധാൻകാരിൽ അവർക്കൊരു സമാധാനം അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവരെ നമ്മൾ കൂട്ടിൽ അടച്ചിടുകയാണെങ്കിൽ ഹമാര പര്യാവരൺ പർബിയിൽ നമ്മുടെ അന്തരീക്ഷത്തെ കൂടിയില്ലേ നമ്മുടെ പ്രകൃതിയെ കൂടി അത് വളരെ മോശപ്പെട്ട ഒരു സ്വാധീനമാണ് ഉണ്ടാക്കുക. ഈ पर्यावरण के अनेक चीज़ों में സഹായക കാം കർത്തി ഹെ അല്ലേ. ഈ പക്ഷികൾ പ്രകൃതിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? കുച്ചു പക്ഷി ചോട്ടെ കീടോം കോ ഗാത്തേ ഹെ അല്ലേ. ചില പക്ഷികളൊക്കെ ചെറിയ ചെറിയ കീടങ്ങളെയൊക്കെ ഭക്ഷിക്കാറുണ്ട്. ജിസ്സെ സന്തുലൻ ബനായെ രഖ്നേമേ മദത് മിൽത്തി ഹെ അല്ലേ. അപ്പോൾ സന്തുലനം ഈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കീടങ്ങളൊക്കെ ഒരുപാട് വർദ്ധിക്കാതെ ഈ പക്ഷികൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ അത് കൊത്തി തിന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു എണ്ണം അതിങ്ങനെ സന്തുലിതാവസ്ഥയിൽ തന്നെ തുടരാനായിട്ട് ഈ പക്ഷികൾ സഹായിക്കും അല്ലേ. ഒന്നും ഒരുപാട് കൂടാനായിട്ട് പാടില്ല. അപ്പം അത് ഇങ്ങനെ എന്താ പറയുക അതിന് തിന്നാൻ വേറെ ഒരെണ്ണം നശിപ്പിക്കാനായിട്ട് വേറെ ഒരെണ്ണം വേണം. അപ്പോഴാണ് അതിൻ്റെ സന്തുലിതാവസ്ഥ കറക്റ്റായിട്ട് പോവുള്ളൂ. അപ്പോൾ അതുപോലെ കീടങ്ങളെയൊക്കെ തിന്നും. पक्षी फलों को खाकर उनके बीजों को गिरा देते हैं जिसके फलस्वरूप नए नए पौधों പനപ്തേ അല്ലേ. പക്ഷികൾ പഴങ്ങളൊക്കെ തിന്നിട്ട് അതിൻ്റെ സീഡൊക്കെ ഇങ്ങനെ താഴെ വീഴും അല്ലേ. അതൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഈ പഴങ്ങൾ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തിന്നിട്ട് അപ്പോൾ അതിൻ്റെ സീഡൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? പുതിയ പുതിയ ചെടികളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് കൊണ്ടിരിക്കും. കുച്ച് പക്ഷി സഫായി കാ കാം ബി കർത്തി ഹെ അല്ലേ. ചില പക്ഷികൾ എന്താ പറയുക ക്ലീനിങ്ങിൻ്റെ ജോലിയും ചെയ്യുന്നുണ്ട് അല്ലേ. വേ ആസ് പാസ് കി ഹമാരി ഫൈലായി ഗന്ദഗി ജൈസെ റോട്ടി കാ ടുക്കട ആദി ഗാക്കർ ഉസെ സ്വച്ഛ് ബനായെ രഖ്നെ കാ കാം കർത്തെ ഹെ അല്ലേ. കാക്കകളൊക്കെ അല്ലേ എന്താണ് നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടുപോയിടുന്ന ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റായിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതൊക്കെ തിന്നിട്ട് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് ചില പക്ഷികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യദി പക്ഷി നഹി രഹേംഗെ तो पर्यावरण दूषित हो जाएगा और मानव कई बीमारियों से प्राप्त हो जाएगा അല്ലേ. അപ്പോൾ ഈ പക്ഷികളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ തന്നെ അല്ലേ നമ്മുടെ അന്തരീക്ഷം തന്നെ ദൂഷിത് ഹോ ജായേക അല്ലേ. അത് മാനവർക്ക് കൈ ബിമാരിയോംസ് ഒരുപാട് രോഗം വരാനും നമ്മുടെ ചുറ്റുപാട് മുഴുവൻ ഇങ്ങനെ ഭക്ഷണങ്ങൾ നമ്മളിട്ട വേസ്റ്റുകളൊക്കെ അതൊക്കെ ചീഞ്ഞും നാറിയും കിടക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങളും വരും. അപ്പോൾ പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പം തന്നെ വന്ന് കൊത്തി വൃത്തിന്ന് അതൊക്കെ അവിടേക്ക് ക്ലീനിങ് ആക്കും. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ജോലിയും ചെയ്യുന്ന പക്ഷികളും ഉണ്ട്.
इसलिए पर्यावरण की तरह इनका भी एक महत्व है അല്ലേ. इसलिए അതുകൊണ്ട് പര്യാവരൺ അതുപോലെ തന്നെ ഈ പക്ഷികൾക്കും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പക്ഷികൾക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അവരെ കൂട്ടിലടയ്ക്കുന്നത് കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല ഹനിക്കപ്പെടുന്നത് അല്ലേ, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ തന്നെ പ്രകൃതിയുടെ തന്നെ സന്തുലിതാവസ്ഥയ്ക്ക് അത് കോട്ടം വരുത്തും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഭാഷാ കി ബാത്തിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. भाषा की बात स्वर्ण श्रृंखला और लाल किरण सी में रेखांकित शब्द गुणवाचक विशेषण है. ഇവിടെ സ്വർണ്ണ ശൃംഖല ഓർ ലാൽ കിരൺ ഈ അടിവരച്ചിരിക്കുന്ന ശബ്ദം. അപ്പോൾ സ്വർണ്ണ ശൃംഖല ലാൽ കിരൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ശബ്ദം ഗുണവാചക് വിശേഷണമായിട്ടാണ് പറയുന്നത്. ഗുണവാചക് വിശേഷൻ അതായത് ഒരു വസ്തുവിൻ്റെ ഗുണങ്ങൾ പറയുന്നതാണ്. അത് ചേർത്ത് പറയുമ്പോഴാണ് അത് ഗുണവാചക് വിശേഷണമായിട്ട് മാറുന്നത്. കവിതാസെ ഡൂണ്ട്കർ ഈസ് പ്രകാർക്കെ 3 और ഉദാഹരണം ലിഖിയേ. അപ്പോൾ ഈ കവിത നമ്മൾ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ഗുണവാചക് വിശേഷൻ വരുന്ന ഒരു 3 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആൻസർ പുലകിത് പങ്ക്, കടുക് നിഭൗരി, കനക് കട്ടോരി. പുലകിത് പങ്ക്, കടുക് നിഭൗരി, കനക് കട്ടോരി. ഇത് ഗുണവാചക് വിശേഷൻ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂഖേ പ്യാസെ മേം ദ്വന്ദ്വ സമാസ് ഹേ അല്ലേ. ഭൂഖേ പ്യാസെ, ഭൂഖേ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് പ്യാസെ എന്നുണ്ട്. ഭൂഖേ പ്യാസെ, മാതാ പിത, നര നാരി ഇങ്ങനെ വരുന്ന വാക്കുകളുടെയൊക്കെ ഇടയിൽ ഈ ഹൈഫൺ കൊടുത്തിരിക്കുന്നത് ഓർ ന് പകരമായിട്ടാണ്. ഭൂഖേ ഓർ പ്യാസെ, മാതാ ഓർ പിത അല്ലേ, നര ഓർ നാരി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓർ ചേർക്കാറുണ്ട്. അപ്പോൾ അത് ദ്വന്ദ്വ സമാസമാണത്. ദ്വന്ദ്വ സമാസം. ഇൻ ദോനോം ശബ്ദോം കെ ബീച്ച് ലഗെ ചിഹ്ന കോ സാമാസിക് ചിഹ്ന കഹത്തെ ഹേ അല്ലേ. സാമാസിക് ചിഹ്ന അല്ലെങ്കിൽ യോജക് ചിഹ്ന, രണ്ടിനെയും യോജിപ്പിച്ച് പറയുന്ന ചിഹ്നം അല്ലേ, യോജക് ചിഹ്ന അഥവാ സാമാസിക് ചിഹ്ന എന്ന് പറയുന്നു. ഈ ചിഹ്ന സെ ഓർ ക സങ്കേത് മിൽത്താ ഹെ. ഈ ചിഹ്നത്തിലൂടെ നമുക്ക് ഓർ എന്ന ഒരു ഇതാണ് കിട്ടുന്നത്. ജൈസെ ഭൂഖേ പ്യാസെ, അത് നമ്മൾ ഭൂഖേ ഓർ പ്യാസെ. ഇസ് പ്രകാർ കെ 10 അന്യ ഉദാഹരണം ഗോജ് കർ ലിഖിയേ. ഇത്തരത്തിലുള്ള മറ്റ് എക്സാമ്പിളുകൾ കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം നോക്കൂ. സുഖ് ദുഃഖ്, रात दिन, अमीर गरीब, बुरा भला, अपना पराया, पाप पुण्य, सही गलत, धूप छाव, सुबह श्याम, घटा मीठा. ഇത് നമുക്ക് और ചേർത്തും എഴുതാം. सुख और दुख, रात और दिन, अमीर और गरीब, बुरा और भला, अपना और पराया, पाप और पुण्य, सही और गलत, धूप और छाव, സുബഹ് ഓർ ശ്യാം, ഘട്ട ഓർ മീട്ട. അപ്പോൾ ഇതാണ് ദ്വന്ദ്വ സമാസം. ഇതിൻ്റെ എക്സാമ്പിൾസാണ് ഇത്. അപ്പം ചിൽഡ്രൻ, അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും പിന്നെ അതിലെ ഭാഷാ കി ബാത്ത് ഇതൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, പിന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.